ഹലോ ഗായ്സ്, മല്ലിപ്പുള്ളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ പുതിയൊരു അപ്രോച്ചാണ് ഞാൻ ട്രേഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡിങ് എടുക്കത്തുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാനൊരു പേപ്പറിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം ട്രേഡിങ്ങിന് മുന്നേ, അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ. ഞാൻ ഫസ്റ്റ് ഇന്നത്തെ ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിൽ ഞാൻ എവിടെ മാർക്ക് ചെയ്തിരുന്ന ഈ റെസിസ്റ്റൻസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനാണ് ഞാൻ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതിയിരുന്നത് മാർക്കറ്റ് താഴോട്ട് തന്നെ താഴോട്ടായിരിക്കും മൂവ്മെൻറ്റം വരുന്നത് എന്നായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ മുകളിലോട്ട് പോവുമായിരുന്നു മാർക്കറ്റ് ജസ്റ്റ് ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് അവിടെ നിന്നായിരുന്നു തിരിച്ചൊരു റിവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ട്രേഡിൽ എനിക്ക് എന്തായാലും ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തു, എന്തായാലും മൊമെൻറ്റം താഴോട്ട് വരും എന്ന് എനിക്ക് ഏകദേശം എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ട്രേഡ് എടുക്കുന്നത് ഈ ഒരു ബ്രേക്കൗട്ടിലായിരുന്നു. ഈ ഒരു ബ്രേക്കൗട്ടിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്ത് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം വാച്ചിങ്ങിലായിരുന്നു. വാച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ ഒരു മൊമെൻറ്റം വന്നപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഞാനൊരു പുട്ട് ഓപ്ഷൻ ആയിരുന്നു സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ചെറിയൊരു മൊമെൻറ്റം ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 2-3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ പ്രോഫിറ്റ് ആയിരുന്നു. ഫസ്റ്റത്തെ ട്രേഡ് മാത്രമായിരുന്നു എനിക്ക് ലോസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന 2 ട്രേഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് പ്രോഫിറ്റിലോട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡ് കൈതെറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസത്തെ ട്രേഡിങ്.